பீங்களை ரட்சிங்க. பிரதமர் மோடியை தொடுங்க, அமித்ஷாவை தொடுங்க, நிர்மலா சீதாராமன் தொடுங்கப்பா, முக ஸ்டாலினை தொடுங்கப்பா, உத்தரப்பிரதேஷ் சீஃப் மினிஸ்டர் யோகி ஆதித்யநாத் தொடுங்கப்பா, அயோத்தியில ஜீவனுள்ள தேவன் இயேசுங்கிற நிரூபிச்சு காட்டுங்கப்பா. அவங்க நேற்று கொடுத்திருக்காங்க ஜனவரி 22. ஏசப்பா நீங்க கிரியை செய்யுங்க. எங்க தேசத்துக்காக திறப்பிள்ளை நிற்கிறோம், மன்றாடுகிறோம். எங்க தேசத்தை ரட்சிங்கப்பா. எங்க தேசத்துல ஒரு மாற்றத்தை நடப்பீங்க. ஜனங்கள் சந்திக்கப்படட்டும். அந்த கெட்சமனே ஜெப பாரம் எனக்குள்ள எங்களுக்குள்ள பற்றி பிடிக்கிறது. சுவிசேஷ அறிவிக்கணுங்கிற தாகம் எனக்குள்ள எங்களுக்குள்ள இன்னும் அதிகமாகட்டும். லூக்கா 12:49 பூமியின் மேல் அக்னியை போட வந்தேன், அது இப்பொழுதே பற்றி எரிய வேண்டும் என்று விரும்புகிறேன் என்று சொன்ன கர்த்தர். ஜெப அக்னியை போடுங்கப்பா. നമസ്കാരം. തമിഴ്നാട്ടിലെ ഒരു പാസ്റ്റർ നടത്തിയ പ്രാർത്ഥനാ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പ്രാർത്ഥനയ്ക്കിടെ പാസ്റ്റർ പറയുന്നത് ദയവായി മോദിയെയും അമിത്ഷായെയും നിർമ്മലാ സീതാരാമനെയും യോഗി ആദിത്യനാഥിനെയും ഒക്കെ കൊല്ലൂ എന്നതാണ്. ഇതുകൂടാതെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹം യേശുവാണ് എന്നുള്ള കണ്ടുപിടുത്തവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലുള്ള വിഗ്രഹം യേശുവാണെന്നാണ് അയാൾ അവിടെ കൂടെ നിൽക്കുന്ന ജനങ്ങളോടായി പറഞ്ഞു വെക്കുന്നത്. മതം ഒരു ഭ്രാന്തായി മാറിയാൽ ഇതല്ല ഇതിനപ്പുറവും പറയും എന്നാണ് സമൂഹ മാധ്യമത്തിൽ ഈ ഒരു വീഡിയോ പ്രചരിച്ചപ്പോൾ വന്ന കമന്റുകൾ. സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ കൊല്ലണം എന്ന് പറയുന്നത്, അതും മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അത് ഇനി എന്തിന്റെ പേരിൽ തന്നെ ആയാലും അത് കുറ്റകൃത്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.